ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വളരെ ഈസിയായി നമുക്ക് എങ്ങനെ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് ബ്ലാക്ക് ആക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പൊളിയായിട്ടുള്ള ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാകും, ഞാനിപ്പോൾ ഫ്ലവറിൻ്റെ ഫോട്ടോ മാത്രം ഫോക്കസ് ചെയ്ത് ബാക്കി ബാക്ക്ഗ്രൗണ്ട് മുഴുവനായി ബ്ലാക്ക് ആക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഫോട്ടോ എഡിറ്റിംഗ് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാകും. അത് എങ്ങനെ ആക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോയിലൂടെ പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറം ഒരു ബെൽ ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ഇടുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുമാതിരിയുള്ള കിടിലൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് സ്പോട്ടിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കിയാലോ. അതിനെ നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ പേര് സ്നാപ്സീഡ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ആണോ ചേഞ്ച് ചെയ്യേണ്ടത്, ആ ഫോട്ടോ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ആ ഫോട്ടോയുടെ ഏത് ഫോൾഡറിലാണുള്ളത് അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫോട്ടോ ഇവിടെ സെലക്ട് ആയി വരുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിയിലുള്ള ടിക്ക് മാർക്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും ആദ്യം തന്നെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ എഡിറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും നടുവിൽ വരുന്ന ഒരു പെൻസിൽ ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ കൂടി ഒന്ന് ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സൂം ചെയ്ത് ആ ഫോട്ടോ നിങ്ങൾക്ക് ഏതെല്ലാം ഭാഗത്താണോ ബ്ലാക്ക് ആക്കേണ്ടത്, ഏതെല്ലാം ഭാഗത്തല്ല, നിങ്ങൾക്ക് ഏതാണോ ബ്ലാക്ക് അല്ലാതാക്കേണ്ടത് ആ ഭാഗത്ത് മാത്രം നിങ്ങൾ കൈയോട് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ആ ഭാഗം ഫസ്റ്റ് ബ്ലാക്ക് ആവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് കറക്റ്റായി നിങ്ങൾക്ക് ബ്ലാക്കായി ചെയ്ത് വരക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ നമ്മളിപ്പോൾ വരക്കുന്ന ഭാഗം മാത്രം ബ്ലാക്കായി കാണുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നോ അതുവരെ നിങ്ങളിങ്ങനെ ബ്ലാക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഞാനിപ്പോൾ ഓരോരോ ഇലയും എല്ലാ ലീഫും എല്ലാം സെറ്റായി കറക്റ്റായിട്ട് അതിൻ്റെ ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. കളർ കൊടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് കൈയോട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ വരക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലായി ബ്ലാക്കായി തന്നെ വരുന്നതാണ്. ഇപ്പോൾ ഇതാണ് ഫോക്കസായി വരേണ്ടത്. ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള അത് മാത്രം ബ്ലാക്ക് കറക്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് അഥവാ ചെയ്യുമ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ ഒരു ഏറോ മാർക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് 0ലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും ഭാഗത്ത് മിസ്റ്റേക്ക് കൊണ്ട് മാറ്റാവുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും അടിയിൽ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതിനാണോ മാർക്ക് ചെയ്തത് അത് കളറായി വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിട്ടും വരുന്നതാണ്. അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി ഈ ഫോട്ടോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മാക്സിമം നിങ്ങൾക്കൊള്ളാവുന്നത്ര വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ. ഇനി നമുക്ക് ഇതിനേക്കാളൊക്കെ മികച്ച മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോയുമായി നാളെ വൈകുന്നേരം 6 മണിക്ക് കാണാൻ പ്രതീക്ഷയോടുകൂടി ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.